കഴിഞ്ഞ രാത്രി 7ഓളം പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ് അരങ്ങേറിയത്. ഇതിൽ മാഞ്ചസ്റ്റർ സിറ്റി, ആഴ്സണൽ, ടോട്ടനം തുടങ്ങിയ വമ്പന്മാരെല്ലാം ജയം സ്വന്തമാക്കിയപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൈറ്റന് മുന്നിൽ വീണു. ഓരോ മത്സരങ്ങളിലേക്ക് വരുമ്പോൾ ഇന്നലെ ടോട്ടനം സീസണിലെ അവരുടെ ആദ്യ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ മത്സരത്തിൽ ലെയ്സ്റ്ററിനോട് സമനില വഴങ്ങിയ സ്പേഴ്സ് രണ്ടാം മത്സരത്തിൽ എവർട്ടനെ തകർത്തു. എതിരില്ലാത്ത 4 ഗോളുകളുടെ വലിയ വിജയമാണ് ടോട്ടനം നേടിയത്. നായകൻ ഹ്യൂങ്-മിൻ സോൺ ഇരട്ട ഗോളുകളുമായി മുന്നിൽ നിന്ന് നയിച്ചു. ബിസൗമ ഒരു പവർഫുൾ ഷോട്ടിലൂടെയും ഡിഫൻഡർ റൊമേറോ ഹെഡറിലൂടെയും ലക്ഷ്യം കണ്ടു. എവർട്ടൺ തുടർച്ചയായ രണ്ടാം പരാജയമാണ് ഏറ്റുവാങ്ങിയത്. പ്രീമിയർ ലീഗിൽ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും ജയം സ്വന്തമാക്കാൻ ആഴ്സണലിന് സാധിച്ചു. വില്ല പാർക്കിൽ അസ്റ്റൺ വില്ലയെ നേരിട്ട ഗണ്ണേഴ്സ് എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് വിജയം സ്വന്തമാക്കിയത്. രണ്ടാം പകുതിയിലാണ് 2 ഗോളുകളും വന്നത്. 67-ാം മിനിറ്റിൽ ലിയാൻഡ്രോ ട്രസാർഡും 77-ാം മിനിറ്റിൽ തോമസ് പാർട്ടിയുമാണ് ആഴ്സണലിനായി ഗോളുകൾ നേടിയത്. ആദ്യ മത്സരത്തിൽ വിജയിച്ച അസ്റ്റൺ വില്ലയുടെ ആദ്യ പരാജയമാണിത്. മറ്റൊരു മത്സരത്തിൽ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി പ്രീമിയർ ലീഗിലെ കുഞ്ഞന്മാരായ ഇപ്സ്വിച്ച് ടൗണിനെ തകർത്തുവിട്ടു. സൂപ്പർ സ്ട്രൈക്കർ എർലിംഗ് ഹാലൻഡിന്റെ ഹാട്രിക് എന്ന മത്സരത്തിൽ 1-നെതിരെ 4 ഗോളുകളുടെ വിജയമാണ് സിറ്റി സ്വന്തമാക്കിയത്. കെവിൻ ഡി ബ്രൂയിനെയാണ് മറ്റൊരു ഗോൾ നേടിയത്. ഇത്തിഹാദിൽ സാമി സ്മോഡിക്സിന്റെ ഗോളിൽ മുന്നിലെത്തിയ ശേഷമാണ് ഇപ്സ്വിച്ച് പരാജയം ഏറ്റുവാങ്ങിയത്. ഇതോടെ പ്രീമിയർ ലീഗ് സീസണിൽ ആദ്യ 2 മത്സരവും ജയിച്ചു തുടങ്ങാൻ സിറ്റിക്കായി. ഇപ്സ്വിച്ച് ടൗൺ ആദ്യ 2 മത്സരവും പരാജയപ്പെട്ടു. മറ്റൊരു മത്സരത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ബ്രൈറ്റൺ പരാജയപ്പെടുത്തി. സ്വന്തം മൈതാനത്ത് നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ബ്രൈറ്റന്റെ വിജയം. വെൽബക്കിന്റെ ഗോളിൽ മുന്നിലെത്തിയ ബ്രൈറ്റനെതിരെ അമദ് ഡിയാലോയുടെ ഗോളിൽ യുണൈറ്റഡ് സമനില പിടിച്ചെങ്കിലും ഇഞ്ചുറി ടൈമിന്റെ അവസാന മിനിറ്റിൽ യാവോ പെഡ്രോ ബ്രൈറ്റന്റെ വിജയ ഗോൾ നേടുകയായിരുന്നു. പ്രീമിയർ ലീഗിൽ യുണൈറ്റഡിന്റെ ആദ്യ തോൽവിയാണിത്. ബ്രൈറ്റൺ കളിച്ച 2 മത്സരങ്ങളും വിജയിച്ചു. ഇന്നലെ മുൻ ചാമ്പ്യന്മാരായ ലെയ്സ്റ്റർ സിറ്റി സീസണിലെ ആദ്യ തോൽവി ഏറ്റുവാങ്ങി. പ്രൊമോഷൻ നേടി തിരിച്ചെത്തിയ ലെയ്സ്റ്റർ ഫുൾഹാമിനോടാണ് പരാജയപ്പെട്ടത്. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഫുൾഹാമിന്റെ വിജയം. എമിൽ സ്മിത്ത് റോ, അലക്സ് ഇവോബി എന്നിവർ ഫുൾഹാമിനായും വോൾട്ട് ഫൈസ് ലെയ്സ്റ്ററിനായും ലക്ഷ്യം കണ്ടു. മറ്റു മത്സരങ്ങളിൽ ക്രിസ്റ്റൽ പാലസിനെ വെസ്റ്റ് ഹാം എതിരില്ലാത്ത 2 ഗോളുകൾക്കും സതാംപ്ടനെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് എതിരില്ലാത്ത 1 ഗോളിനും പരാജയപ്പെടുത്തി. ഇന്ന് 3 മത്സരങ്ങൾ നടക്കും. വൈകിട്ട് 6:30 നടക്കുന്ന മത്സരങ്ങളിൽ ന്യൂകാസിൽ ബോൺമൗത്തിനെയും ചെൽസി വോൾട്സിനെയും നേരിടും. രാത്രി 9 മണിക്ക് നടക്കുന്ന മത്സരത്തിൽ ലിവർപൂൾ ബ്രെൻഫോർഡിനെ നേരിടും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.